ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ പ്രോസിക്യൂഷനെതിരെ കോടതി നിലവിലെ പരാതി പൊലിപ്പിച്ചതെന്ന് കോടതി നിരീക്ഷിച്ചു. ആദ്യ മെഡിക്കൽ റിപ്പോർട്ടിൽ പരിക്ക് ഗുരുതരമല്ല, നിസ്സാര പരിക്ക് മാത്രമെന്നും ജഡ്ജി ഹണി എം വർഗീസ് പറഞ്ഞു. കോടതി ദൃശ്യങ്ങൾ കാണണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടു. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ദൃശ്യങ്ങളെന്നും വാദിഭാഗം വാദിച്ചു. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, കോടതി തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊന്ന് വസ്തുതാ റിപ്പോർട്ട് നൽകിയില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ വിമർശനം. അതിന് പിന്നാലെയാണല്ലോ നിലവിൽ ഇപ്പോൾ ഗുരുതര പരിക്കല്ല ആദ്യ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് പറയുന്നു, നിസ്സാര പരിക്ക് മാത്രമെന്നും പറയുന്നു. നിലവിൽ എന്താണ് ഇനി കോടതിയുടെ അടുത്ത നടപടി? അത് ദൃശ്യങ്ങൾ കാണണമെന്ന് വാദിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് കാണാൻ കോടതി തയ്യാറാകുമോ? എന്താണ് വിവരങ്ങൾ? ശ്യാമലി, നിലവിൽ ഈ ദൃശ്യങ്ങൾ കാണാൻ കോടതി തയ്യാറായിട്ടുണ്ട്. പക്ഷേ കോടതിയുടെ മുന്നിലേക്ക് പ്രതിഭാഗം ഉന്നയിച്ചത് ഈ ദൃശ്യങ്ങളുടെ ആധികാരികമായി സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചു. അതിനെ തുടർന്ന് കോടതി ചോദിച്ചത് പോലീസ് പകർത്തിയ ദൃശ്യങ്ങളുണ്ടോ? സാധാരണ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലീസ് ദൃശ്യങ്ങൾ പകർത്താറുണ്ട്, അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളും ഇല്ല എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. അതിൽ തന്നെ വീഴ്ചയില്ലേ എന്ന് പ്രോസിക്യൂഷനോട് കോടതി പറയുകയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ SITയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥനെ കോടതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് ചിത്രങ്ങൾ പകർത്താത്തത് എന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കോടതി ചോദിക്കുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായി. ഏതായാലും വാദിഭാഗത്തിന്റെ ആവശ്യപ്രകാരം ഇപ്പോൾ കോടതി ഈ ദൃശ്യങ്ങൾ കാണാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ദൃശ്യങ്ങൾ കണ്ടാൽ പോലും കൃത്യമായത് 308 IPC 308 ചുമത്തുവാൻ തക്കതായിട്ടുള്ള കാരണങ്ങൾ ഇതിലുണ്ടോ, അല്ലെങ്കിൽ ആദ്യത്തെ റിപ്പോർട്ട്, അതായത് കഴിഞ്ഞ ദിവസം കോടതിയിൽ റിപ്പോർട്ട് ഹാജരാക്കുമ്പോൾ രാവിലെ ഒരു റിപ്പോർട്ടും പിന്നീട് 4 മണിയോട് അടുപ്പിച്ച് മറ്റൊരു റിപ്പോർട്ടുമാണ് കോടതിയിൽ ഹാജരാക്കിയത്. ആദ്യത്തെ റിപ്പോർട്ടിൽ ഈ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നില്ല. പക്ഷേ രണ്ടാമത്തെ റിപ്പോർട്ടിൽ ഇത് ചുമത്തുകയാണ് ചെയ്തത്. ഇങ്ങനെ ചുമത്താനുണ്ടായ കൃത്യമായിട്ടുള്ള ഏതെങ്കിലും തെളിവുകളുടെയോ മറ്റോ പിൻബലമുണ്ടോ എന്ന് കോടതി ചോദിക്കുമ്പോൾ അതിന് പ്രോസിക്യൂഷന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും ആദ്യത്തെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഈ പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവുകൾ പരിശോധിക്കേണ്ടതുണ്ട്, മെഡിക്കൽ ബോർഡിന് രൂപീകരിച്ചിരിക്കുന്നു, അത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും ധൃതിപ്പെട്ട് പിന്നെ രണ്ടാമത്തെ റിപ്പോർട്ട് വരുമ്പോൾ, അതായത് 4 മണിക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, 5 മണി വരെയാണ് കോടതി സമയം. ഇത്തരത്തിൽ മെഡിക്കൽ ബോർഡ് ഈ ഒരു തെളിവുകൾ, അതായത് അടിച്ചു എന്ന് പറയുന്ന ലാത്തിക്ക് സമാനമായിട്ടുള്ള വസ്തു അത് പരിശോധിക്കുന്ന മെഡിക്കൽ ബോർഡിന് ഈ 4 മണിക്കാണ് ഇത് പരിശോധിക്കുന്നത്. എങ്ങനെ പരിശോധിച്ചാലും 5 മണിക്കുള്ളിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകാൻ സാധിക്കില്ല. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 308 ചുമത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു എക്സാജുറേഷൻ ഇല്ലേ എന്ന് കോടതിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് പൊലിപ്പിച്ചു എന്ന ഒരു സംശയം, കേസിൽ പലതും പൊലിപ്പിച്ച് ചേർത്തിരിക്കുന്ന ഒരു സംശയം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതൊരു വാക്കാലുള്ള ഒരു പരാമർശം മാത്രമായിട്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നതെന്നും ശ്രദ്ധേയമായി കാണേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു കേസിൽ AD തോമസിന് പറ്റിയ ഒരു ഊണ്ട്, അത് മാത്രമാണ് രക്തം പുറത്തു വന്നിരിക്കുന്ന ഒരു ഊണ്ട് എന്ന് പറയുന്നത്. അത് 1:1 എന്ന് പറയുന്ന ഒരു അനുപാതത്തിലാണ് ആ ഒരു ഊണ്ട് തലയിലുള്ളത്, ആ ഒരു മുറിവുള്ളത്. അത് വലിയ നിസ്സാരമായിട്ടുള്ള ഒരു മുറിവാണ്. അല്ലെങ്കിൽ അങ്ങനെയല്ല എന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് അന്നത്തെ പരിശോധനയിൽ ശാസ്ത്രപരമായിട്ടുള്ള പരിശോധനകൾ നടത്തിയ ഡോക്ടർമാർക്കെതിരെ ഒരു പരാതിയും AD തോമസിന്റെ ഭാഗത്തുനിന്നോ മറ്റ് പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുമില്ല? അങ്ങനെ വരുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്താൻ സാധിക്കുക? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വാദിഭാഗം വാദിച്ചു എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക്, അത് ഈ VIPക്ക് സുരക്ഷ ഒരുക്കേണ്ട ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടൊപ്പം വാഹനത്തിലായിരുന്നു ഉണ്ടാവേണ്ടത്. അവർ പുറത്തിറങ്ങി പ്രതിഷേധക്കാരെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അത് ചട്ടലംഘനം എന്നൊരു വാദമായിരുന്നു പ്രതിഭാഗം കഴിഞ്ഞ ദിവസം ഇന്നലെ അടക്കം ഉയർത്തിയിരുന്നത്. പക്ഷെ അത് ഒട്ടും യോജിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം വെച്ചാൽ പ്രത്യേകിച്ചും 2011 ഇത്തരത്തിൽ ഗവൺമെന്റ്മാരുടെയും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുടെയും ഗൈഡ് ലൈൻ പ്രകാരം ഇത്തരത്തിലൊരു അസാധാരണമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ കോൺവോയിലുള്ള ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി ഇവാക്യുവേഷൻ നടത്തുവാൻ ബാധ്യതപ്പെട്ടവരാണ്. അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഒരു തരത്തിലുള്ള ചട്ടലംഘനമല്ല. ഇനി ചട്ടലംഘനം ഉണ്ടായെങ്കിൽ തന്നെയും അത് ഒരു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുവാൻ പാകത്തിലുള്ള ഒരു കുറ്റമായി കണക്കാക്കാൻ സാധിക്കുമോ? ശരി, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.